നമുക്കറിയാം ഈ 2019 ഫെബ്രുവരി 17 ഈ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകത്തിന് ശേഷം വലിയ സംഘർഷം അരങ്ങേറിയ ഒരു മണ്ണാണ് കല്യോട്ട്. അപ്പോൾ ഇവിടെ ആ സമയത്ത് കടകളും വീടുകളും ഒക്കെ തന്നെ അടിച്ചു തകർക്കുകയും തീവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തൊരു സംഭവം അന്ന് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിധി വരുന്ന ദിവസം വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഈ പ്രദേശത്തൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതായത് കല്യോട്ട് ടൗൺ മുഴുവൻ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും കടകൾക്ക് മുകളിലും മറ്റിടങ്ങളിലും ഒക്കെ തന്നെ വൻ പോലീസ് സന്നാഹം ഉണ്ട്. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസെന്ന നിലയ്ക്ക് വിധി വരുന്ന സമയത്ത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് DYSP അടക്കമുള്ള സംഘം ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഇവിടെ 200-ലേറെ വരുന്ന പോലീസുകാർ ഈ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മുൻകൂട്ടി തടയിടണം. പ്രത്യേകിച്ചും ആ കൊലപാതകം നടന്ന സമയത്ത് ഇരട്ട കൊലപാതകമാണ്. അതിന് തൊട്ടു പിന്നാലെ ഇവിടെ വലിയ രീതിയിൽ കടകൾക്കും പാർട്ടി ഓഫീസുകൾക്കും ഒക്കെ തീവെച്ച് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കാണുന്ന ഒരു കേസാണ്. മാത്രമല്ല വിധി വരുന്ന സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയോ മറ്റോ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടനമോ മറ്റോ ടൗണിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ കല്യോട്ട് ടൗൺ എന്ന് പറയുന്നതും കല്യോട്ട് എന്ന മേഖല പൂർണ്ണമായും ഒരു കോൺഗ്രസിന് ശക്തിയുള്ളൊരു മേഖലയാണ്. പക്ഷേ ഇതിന് ചുറ്റും CPM ശക്തിയുള്ള കേന്ദ്രങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പോലീസ്. അതുകൊണ്ടാണ് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ CBI കോടതിയുടെ വിധി വന്ന ദിവസവും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. വലിയ സുരക്ഷ ഈ പ്രദേശത്തൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ അന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകടനമോ മറ്റോ നടത്തരുത് എന്ന നിർദ്ദേശം സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നും സമാനമായ രീതിയിൽ ഈ ഒരു പ്രകടനവും പാടില്ല എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം അത് പ്രാവർത്തികമാകും എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. ഒരു പക്ഷേ ഇത് ശിക്ഷാവിധിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ഇന്ന് ശിക്ഷാവിധിയിലേക്ക് പോകും. വളരെ പ്രമാദമായൊരു കേസാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 പ്രിയപ്പെട്ട നേതാക്കൾ നഷ്ടപ്പെട്ടൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് വൈകാരികമായി ഈ വിഷയത്തെ കോൺഗ്രസ് കാരണം മുമ്പ് ശിക്ഷ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോഴും ഇതുപോലെ തന്നെയുള്ള പോലീസ് സുരക്ഷ കല്യോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അതെ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തുടർചലനം രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഭാഗമായി അക്രമ സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കനത്ത പോലീസ് സുരക്ഷാ സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളതാണ് കല്യോട്ട് നിന്ന് ഫെലിക്സ് പറയുന്നത്.